പിണറായി വിജയന്റെ CPM-ഉം നരേന്ദ്രമോദിയുടെ BJP-യും ഇനി ഒരു ലയന സമ്മേളനം മാത്രമേ നടക്കാൻ ബാക്കിയുള്ളൂ. പിണറായിയുടെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഭൂരിഭാഗം പ്രവർത്തകരും ഈ കൂട്ടുകെട്ടിനെ അനുകൂലിക്കില്ല. പക്ഷേ സ്വന്തം കുടുംബം രക്ഷിക്കാൻ എന്ന പേരിൽ ഈ കൂട്ടുകെട്ട് പിണറായി വിജയന് തുടർന്നേ പറ്റുള്ളൂ. അതാണ് മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് നൽകിയ വിഷയത്തിൽ ഇപ്പോഴും BJP നേതാക്കൾ മൗനം തുടരുന്നത്. സമൻസ് നൽകിയിട്ടും ED തുടർ നടപടി സ്വീകരിക്കാത്തതിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് BJP നേതാക്കളുടെ ഈ മൗനം എന്നോർക്കണം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വലിയ വായിൽ വർത്താനം പറയുന്ന BJP-യുടെ കുറച്ചു നേതാക്കളുണ്ട് കേരളത്തിൽ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകന് ഒരു സമൻസ് വന്ന് അതിനുശേഷം ഒരു നടപടിയും എടുക്കാതിരുന്നതിനെക്കുറിച്ച് പറയാൻ ഒരു BJP നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനർത്ഥം പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള എല്ലാ കരുതലും എല്ലാ നിർദ്ദേശവും നൽകിയിരിക്കുന്നത് മുകളിൽ നിന്നുള്ള BJP നേതൃത്വമാണ്. താഴേക്കിടയിലുള്ള കേരളത്തിലെ BJP നേതാക്കൾക്ക് ഇതിനെതിരെ ഒരക്ഷരം പറയാൻ കഴിയില്ല എന്നുള്ളത് അവർ ഉറപ്പിച്ചിരിക്കുന്നു. CPM-ഉം BJP-യും തമ്മിലുള്ള സെറ്റിൽമെൻ്റാണ് എന്ന ആരോപണം പ്രതിപക്ഷം പറയുമ്പോഴും അത് BJP നേതാക്കൾ ഇതുവരെ മൗനം തുടരുന്നത് അതിൻ്റെ ലക്ഷണം എന്നതല്ല, അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ BJP നേതൃത്വം ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഇവിടെ ആദ്യമായിട്ടുള്ളതല്ല. നിരന്തരം കോൺഗ്രസ് നേതാക്കളെ ED-യെയും CBI-യെയും അയച്ച് പീഡിപ്പിക്കുമ്പോൾ ഇവിടെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകൾക്കും അടക്കം സാമ്പത്തികമായ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് ED ആദ്യം പറയുമെങ്കിലും പിന്നീട് അതെല്ലാം മൂടി വയ്ക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് എതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ BJP നേതാക്കൾക്ക് പോലും ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇത് CPM നേതാക്കൾക്കിടയിലും BJP-യിലെ പല പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ തോതിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആർക്കെങ്കിലും എതിരെ നോട്ടീസ് അയച്ചാൽ അത് മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്ന ഒരു രീതി ED ഉദ്യോഗസ്ഥർക്കുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ ED അന്വേഷണത്തിന് പോകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പേര് വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനെതിരായ ഒരു നോട്ടീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു നടപടിയും കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നാണ് BJP നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം BJP നേതാക്കൾ മൗനം തുടരുന്നത് BJP പ്രവർത്തകരെയാകെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ ഏറ്റെടുത്ത BJP വിവേകിനെതിരായ ആരോപണത്തിൽ എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ്. CPM-ഉം BJP-യും കൂട്ടുകെട്ടാണ് എന്ന് പ്രതിപക്ഷത്തിൻ്റെ വാദം എല്ലാവരും ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കറിയാം, കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ CPM-ൻ്റെയും BJP-യുടെയും പ്രവർത്തകർ തമ്മിൽ വെട്ടിമരിച്ചത് ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് ആളുകളാണ്. അവരുടെ രക്തസാക്ഷിത്വത്തിന് പോലും ഒരു വിലയും നൽകാതെ ഇതിനെല്ലാം നേതൃത്വം നൽകിയ പിണറായി വിജയനും BJP-യുടെ കേന്ദ്ര നേതൃത്വവും ഒന്നാകുന്നത് സാധാരണ പ്രവർത്തകർക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. BJP കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം. വിഷയം ഏറ്റെടുക്കണമെന്ന അഭിപ്രായം BJP-യിലെ ചില നേതാക്കന്മാർക്ക് അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ED തുടർ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഈ വിഷയം ഏറ്റെടുത്താൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അങ്ങനെ എല്ലാ തെറ്റുകുറ്റങ്ങളും സഹിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയത്തിൽ പ്രതികരിക്കാനാകാതെ ഒന്ന് പൊട്ടിക്കരയാൻ പോലുമാകാതെ BJP നേതാക്കൾ ഇരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം പിണറായി വിജയനെ സഹായിക്കണമെന്നാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കണം എന്നതാണെങ്കിൽ അതുപടി അനുസരിക്കുകയാണ് കേരളത്തിലെ BJP നേതാക്കൾ. പക്ഷേ ഇതിനെതിരെ BJP പ്രവർത്തകർ ഇന്നല്ലെങ്കിൽ നാളെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. BJP കേന്ദ്രങ്ങൾ അത്രയ്ക്കും അസ്വസ്ഥരാണ്.